സിയാറത്തിന് പോയപ്പോൾ കാട്ടുപള്ളിയിലെ സിയാറത്തിന് വേണ്ടി പോകാനൊരുങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ നൂറുല്ലാഹു മർക്കദൂറുകൾ തന്റെ ചെരുപ്പഴിക്കാതെ ഒരു മഖാമിലും പോയിട്ടില്ല. റോഡ് സൈഡിലുള്ളതാകട്ടെ, പള്ളിക്കകത്തുള്ളതാകട്ടെ, കാട്ടിലുള്ളതാകട്ടെ, ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഒരു മക്ബറയുടെ മുന്നിലും പോയി ഫാത്തിഹ ഓതിയിട്ടില്ല. ബഹുമാനപ്പെട്ടവര് കാട്ടുപള്ളിയിലേക്ക് സിയാറത്തിന് കടക്കാൻ പോകുമ്പോ ചെരുപ്പഴിച്ച് കയ്യിൽ വെച്ചിട്ട് കാലങ്ങോട്ട് വെക്കുമ്പോ ഒരു മുള്ളു തറച്ചു. ഇവിടെ വന്നവര് പറഞ്ഞു, ഉസ്താദേ മുഴുവനും മുള്ളാണ്, കാല് മുറിഞ്ഞു പോകും, നമുക്ക് സഹിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഉസ്താദ് ചെരുപ്പിട്ടോ, പടച്ചവനറിയാമല്ലോ. അങ്ങനെ ചെരുപ്പിട്ടിട്ട് ആ മക്ബറ എത്തുന്നത് വരെ കരഞ്ഞുവെന്നാണ്. ആ മക്ബറയുടെ മുമ്പ് പോയി ഫാത്തിഹ ഓതിയിട്ട് വാരുന്നപ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെരുപ്പിട്ടുകൊണ്ട് ഒരു മഹാന്റെ ഹദറത്തിലേക്ക് നടന്നു വരുന്നതുകൊണ്ട് പൊരുത്തപ്പെട്ടു തരണം ഈ പാവപ്പെട്ടവനെന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു പോയ മഹാനുഭാവരൊക്കെ ആദരം മറവ് കൊണ്ട് നടന്നറന്തിരാ പ്രിയപ്പെട്ടവര്. മദീനത്തിരിക്കാൻ പറ്റിയില്ല, റസൂലുള്ളാഹിയുടെ ചാരത്തിരിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അവര് ചെയ്ത അമലുകളിലൂടെ അവരെ ഇഷ്ടപ്പെട്ടവരിലൂടെ രക്ഷപ്പെടാനുള്ള കൊതിയാണ്. നമുക്കതല്ലേ ഉള്ളൂ, ആ സ്നേഹമല്ലേ ഇനി ചെയ്യാനുള്ളൂ, ആ മഹബത്തല്ലേ ഇനി കൊടുക്കാനുള്ളൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ വായില റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ, വായില സഹാബിയാണ്, നിബിതങ്ങളോടൊത്ത് യാത്ര ചെയ്ത മഹാനാണ്. ഞാൻ ചോദിച്ചു, ഹൽ ബായഅത ബിയദിക ഹാദിഹി റസൂലുള്ളാഹ്, നിന്റെ ഈ കയ്യിൽ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പിടിച്ചിട്ട് ബയ്യത്ത് ചെയ്തിട്ടുണ്ടോ? വായില നിന്റെ ഈ കൈ കൊണ്ട് മുത്തറസൂലിന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ബയ്യത്ത് ചെയ്തിട്ടുണ്ടോ, കരാറ്? ആ സമയത്ത് വായില റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാമതേ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്കിലാ കൈ ഇങ്ങ് തരുവോ, എങ്കിലാ കൈ ഇങ്ങ് തരുവോ എന്ന് പറഞ്ഞിട്ട് മഹാനായ യഹ്യ ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു ആ കയ്യിൽ കണ്ണീരോടുകൂടി മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് കഴിഞ്ഞിട്ടില്ല, എനിക്ക് കഴിഞ്ഞിട്ടില്ല, എനിക്ക് കഴിഞ്ഞിട്ടില്ല.